മിഥില പാൽ ചേരുന്നു. മിഥില, അവർ പറയുന്നത് അതിനോട് ചേർന്ന് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഏറ്റവും മുകളിൽ അതിനോട് ചേർന്ന് ആൾക്കാർ നടന്നും വാഹനത്തിലൊക്കെ പോകുന്ന റോഡാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് പിന്നെയും വിഷയം ഗുരുതരമാണ്. മിഥില. തീർച്ചയായും ആഷ്മി, ഇപ്പോൾ രണ്ട് ചേച്ചിമാർ നമ്മളെടുത്ത് സംസാരിച്ചു. അവർ രണ്ടുപേരും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. കാരണം ഇവിടെ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തി നടത്തരുത് എന്ന് പറഞ്ഞ് അവർ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. മുഖ്യമന്ത്രിക്ക് പോലും പരാതി നൽകി. പക്ഷേ അതൊന്നും ആരും മുഖവിലക്കെടുത്തില്ല. ഇപ്പോഴും അതിനുശേഷവും ആ പരാതി നൽകിയതിനു ശേഷവുമൊക്കെ അവർക്ക് നേരെ ഒരു ഭീഷണി സ്വരമാണ് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ആ പരാതിയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ ജോലി നടന്നത്. ഇപ്പോൾ ആ ഒരു റോഡിനോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. പ്രത്യക്ഷമായി 4 വീടുകളെയും പരോക്ഷമായി 4 വീടുകളെയും അങ്ങനെ 8ഓളം വീടുകളെ ഇത് ബാധിക്കും എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രദേശവാസികൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവർ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഉയർത്തുന്നത്. ചേച്ചി, ഈ നേരത്തെ പരാതി നൽകിയതാണല്ലോ അല്ലേ? പരാതി ഇതാ വരാനൊക്കത്ത് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പരാതി കൊടുത്ത ആളിതാ ഒരു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ. ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം നാളെ ഇവിടെ ഇടിഞ്ഞ് അവിടെ ഇടിഞ്ഞപ്പോൾ ഓരോട് ഞങ്ങൾ പറഞ്ഞു ഒരു കല്ല് വീണതാണ്. അപ്പം ഞങ്ങൾ നിങ്ങൾ അങ്ങനെ വെച്ചാൽ ശരിയാവില്ല എന്നപ്പോൾ പിന്നെ ആ ഭാഗം അഴിച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മിനിയാന്ന് ജെ സി വന്ന് ഈ ഭാഗത്ത് വലിയ കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് അത് വഴിയാണ് കാറൊക്കെ പോകുന്ന റോഡിന്റെ ഭാഗം റോഡ് പകുതി മുഴുവനായിട്ട് പോയി. റോഡ് മുഴുവനും പോയി. അവിടെ കെ.എസ്.ഇ.ബിന്റെ ലൈനിൽ പോകുന്നുണ്ടല്ലേ, ആ ലൈനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോ റോഡില്ല. ഈ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് റോഡില്ല. ഇപ്പോ അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പൊ നിൽക്കുന്നത്. ഒരാഴ്ച മുൻപേ തന്നെ ഇത് ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് അത് ആ പോസ്റ്റിന്റെ മൂലടിഞ്ഞ് എന്നിട്ട് ആ ഭാഗത്തെ കെട്ട് പൊളിച്ച് മാറ്റിട്ടുണ്ട്. ഇപ്പോൾ അത് പറഞ്ഞേരെ പൊളിച്ച് തിരിച്ച് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു പൊളിച്ച് മാറ്റി. ഇന്നലെ JCB എന്ന് ബാക്കിയും കൂടെ അടിച്ചിട്ടുണ്ട്. ഇന്നലിപ്പോൾ ഇവര് പണി നടത്തിക്കൊണ്ടിരിക്കണ്ടേ ഇവിടെ കാരണം ഞങ്ങൾ കാണാൻ തന്നത് ഇല്ലേ? ഞങ്ങൾ കാണും. ആദ്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഫുള്ള് മറച്ചു വെച്ച് എന്നിട്ട് ഒരു മണ്ണടിച്ച് എന്നിട്ടാ താത്താൻ തുടങ്ങി. ആഷ്മി, ഇത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കാണാതിരിക്കാൻ വേണ്ടി ചുറ്റും മറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മറ വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇവിടെ നിർമ്മാണ ജോലികൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ പ്രദേശവാസികൾക്ക് അറിയില്ലായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്തരത്തിൽ ആ ഷീറ്റെല്ലാം തന്നെ, ആ മറച്ചു എന്നിവർ പറയുന്ന ആ ഷീറ്റൊക്കെ തന്നെ ഈ മണ്ണിടിച്ചിലിനൊപ്പം താഴോട്ട് പതിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഇവിടെ ഉയരുന്നുണ്ട്. നേരത്തെ കോർപ്പറേഷനായാലും മുഖ്യമന്ത്രിക്കായാലും അവർ ആ രണ്ട് ചേച്ചിമാരുടെ വാക്കുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ അവർ ഇനി ഈ ആവശ്യം ഉന്നയിച്ച് കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. യാതൊരു തരത്തിലുള്ള അവരുടെ ഒരു പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നവർ പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭീഷണി ഉൾപ്പെടെ അവർക്ക് നേരെ ഉണ്ടായി. ഗുരുതരമായ ഒരു സാഹചര്യം. ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ചെറിയ രീതിയിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ നടക്കുന്നുണ്ട്. ആ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. ആ തൊട്ടു താഴെ ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഏറെ ദുർഘടം പിടിച്ച ഒരു രക്ഷാപ്രവർത്തനമാണ്. ദൃശ്യങ്ങളിൽ കാണാം, വലിയ വലിയ കല്ലുകളാണ് പതിച്ചിട്ടുള്ളത്. ആ വലിയ കല്ലുകൾ ഇവർക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡ്രില്ലർ ഉപയോഗിച്ച് അത് തുളച്ച് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തരികളാക്കി മാറ്റിയതിന് ശേഷം കൈക്കോട്ട് ഉപയോഗിച്ച് അത് അടർത്തി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണം എന്ന ഒരാവശ്യം പ്രദേശവാസികൾ പറയുന്നുണ്ട്. JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണം എന്ന ഒരാവശ്യം പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലിയെടുത്തിരുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായുന്ന വിവരം. അതിൽ 2 പേരെ മനസ്സിലാവാത്തത് ഇത് ആർക്കും മനസ്സിലാവില്ലേ? ഇപ്പൊ ഏത് ഉദ്യോഗസ്ഥനും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലേ? അത്രയും വീടടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത്, റോഡുള്ള സ്ഥലത്ത് 30 അടി താഴത്തിൽ ഇത്തരത്തിൽ കുഴിച്ചാൽ മണ്ണിടിയുമെന്നും ആ വീടടക്കം അപകടാവസ്ഥയിലാകുമെന്നും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും റോഡ് ഇടിയുമെന്നും ആർക്കും മനസ്സിലാവില്ലേ? ഇപ്പം ഇത് ഒന്നും പറയാൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ ഈ അപകടം അറിഞ്ഞവർ പരാതി കൊടുത്തിട്ടും ഇതിനൊക്കെ കൃത്യമായ അനുവാദം കിട്ടിയെങ്കിൽ അത് നേരായ വഴിക്ക് കിട്ടിയ അനുവാദമല്ല, പരിശോധന അടക്കം ഉണ്ടാവേണ്ടി വരും.